ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫാർമസി ആക്ട് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഫാർമസി ആക്ട് എന്താണെന്ന്, അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നും, ദെൻ അത് ഫോം ചെയ്ത് 1948 ദെൻ PCI എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ദെൻ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, പഠിച്ച് കഴിഞ്ഞതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫാർമസി കൗൺസിൽസ്, ദെൻ അതിനുശേഷം നമ്മൾ പിന്നെയും സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എന്നും ജോയിൻറ്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് വൺ സ്റ്റേറ്റ് സെർവ് ദ നീഡ് ഓഫ് അതർ, ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ മേജർലി ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽസ് എന്ന് നോക്കാം. ഓക്കെ, ഈ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എന്ന് പറയുന്നത് പേര് പോലെ തന്നെയാണ്. ഓരോ സ്റ്റേറ്റിനും ഈ ഒരു ഫാർമസി ആക്ട് എന്ത് ചെയ്യുന്നതിന്, പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കൗൺസിൽസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോർമലി ഇതിൻ്റെ കാലാവധി 5 വർഷമാണ്. അതായത് ഓരോ 5 വർഷം കൂടുമ്പോഴും ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും, പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. ഇവിടെ 3 ടൈപ്പ് മെമ്പേഴ്സാണുള്ളത്. ഓക്കെ, ഇലക്റ്റഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ആൻഡ് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ്. ഇതും നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 6 മെമ്പേഴ്സ് എന്ന് പറയുന്ന ആരായിരിക്കാം, ഇലക്റ്റഡ് ഫ്രം എമോങ്സ് ദംസെൽസ് ബൈ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്. അതായത് ആ സംസ്ഥാനത്തെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളുടെ ഇടയിൽ നിന്നുള്ള 6 പേരായിരിക്കാം. ഇവരെ തിരഞ്ഞെടുക്കുന്നതും ആര് തന്നെയാണ്, ഈ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇത്രയും ആൾക്കാർ 6 മെമ്പേഴ്സിനെ എലക്ട് ചെയ്ത് വിടുന്നുണ്ടാവും. ഇതാണ് ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ, 1 മെമ്പർ ഇലക്റ്റഡ് ഫ്രം എമോങ്സ് ദംസെൽസ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഈച്ച് മെഡിക്കൽ കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഈ സ്റ്റേറ്റിലെ മെഡിക്കൽ കൗൺസിലിൽ നിന്നുള്ള ഒരു മെമ്പറും ഈ ഇലക്റ്റഡ് മെമ്പറിനകത്ത് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, നോമിനേറ്റഡ് മെമ്പർ. ഓക്കെ, നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 5 മെമ്പേഴ്സ് ആയിരിക്കും. ഓഫ് ഹൂം അറ്റ്ലീസ്റ്റ് 3 ഷാൾ ബി പ്രോസസ്സിംഗ് എ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഫാർമസി ഓർ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓർ ബി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് നോമിനേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇവർക്ക് ഇലക്ഷൻ വേണ്ട, ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നോമിനേറ്റഡ് മെമ്പേഴ്സ്, സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽസിൽ നോമിനേറ്റഡ് മെമ്പേഴ്സിൻ്റെ നമ്പർ 5 ആണ്. ഓക്കെ, ഇവർക്ക് ഇതിൽ 3 പേർക്കെങ്കിലും, കുറഞ്ഞത് 3 പേർക്കെങ്കിലും ഫാർമസി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ എന്തുണ്ടായിരിക്കണം, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരെന്തായിരിക്കണം, രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം. ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നോമിനേറ്റഡ് മെമ്പേഴ്സിനകത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ്. ഓക്കെ, എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സിനകത്ത് 3 കാറ്റഗറി വരുന്നുണ്ട്. ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, അതെന്താണെന്ന് പറയണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് വൺ, ഗവൺമെൻറ് അനലിസ്റ്റ് നോമിനേറ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, അണ്ടർ D&C ആക്ട് 1940. ഈ D&C ആക്ട് എന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആണ്. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ സെക്കൻഡ് വൺ ആരാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് അനലിസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ദെൻ തേർഡ് വൺ, ഓഫീസർ ഇൻ ചാർജ് ഓഫ് ഡ്രഗ്സ് കൺട്രോളർ ഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ഒരു ഓഫീസർ ഇൻ ചാർജും എവിടെ ഉണ്ടായിരിക്കണം, ഈ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെയും 3 ടൈപ്പ് ഓഫ് മെമ്പേഴ്സാണ് പറയുന്നത്, ഇലക്റ്റഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ആൻഡ് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ്. ദെൻ ഓക്കെ, നമുക്ക് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ സ്റ്റേറ്റ് കൗൺസിലിലുള്ള ആൾക്കാർ ചേർന്ന്, ഇത്രയും മെമ്പേഴ്സ് ചേർന്ന് ഒരു പ്രസിഡൻറ്റിനെയും ഒരു വൈസ് പ്രസിഡൻറ്റിനെയും അവർ തിരഞ്ഞെടുക്കും. ഓക്കെ, ദെൻ അവരൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോം ചെയ്യും. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് പ്രസിഡൻ്റ് ഉണ്ടാവും, വൈസ് പ്രസിഡൻ്റ് ഉണ്ടാവും, ദെൻ അതുപോലെ തന്നെ മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു കൗൺസിൽ എന്ത് ചെയ്യും, ഒരു രജിസ്ട്രാറിനെയും അത് മാത്രമല്ല അവിടെ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ്സിനെയും
ഓഫീസേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യും. ദെൻ ഇവരുടെ കാലാവധി 5 വർഷമാണ്. അത് കഴിഞ്ഞ് അവർക്ക് റിസൈൻ ചെയ്യണം ഈ ഒരു പൊസിഷനിൽ നിന്നും. ദെൻ ഒരു മെമ്പർ തുടരെ ആയിട്ടുള്ള 3 മീറ്റിംഗ്സ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവുമില്ലാതെ മുടങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു അംഗത്തെ എന്ത് ചെയ്യാനുള്ള പിൻവലിക്കാനുള്ള അവകാശം ഈ ഒരു കൗൺസിലിനുണ്ട്. ദെൻ ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. ദെൻ ഈ ഫങ്ഷൻസിൻ്റെ മേജർലി 4 ഫങ്ഷൻസ് ആണ് നമ്മുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഫോളോ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ, ഫിക്സ് ദ റെമ്യൂണറേഷൻ ടു ബി പെയ്ഡ് ടു ദ മെമ്പേഴ്സ്. ഓക്കെ, അതായത് ഈ ഒരു ഫാർമസി കൗൺസിലിനകത്തുള്ള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനകത്തുള്ള മെമ്പേഴ്സിന് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ, അതായത് ശമ്പളം എത്രയാണെന്ന് തീരുമാനിക്കേണ്ടത് ഇവരുടെ ഫംഗ്ഷനാണ്, അത് കൊടുക്കുകയും ചെയ്യുക. ദെൻ അതുപോലെ തന്നെ സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് PCI. ഓക്കെ, അതായത് ഒരു വർഷം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക, ആ ഒരു വർഷത്തെ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, അതായത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനും നമ്മുടെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്കും സബ്മിറ്റ് ചെയ്യുക. ദെൻ അപ്പോയിൻറ്റ് ഇൻസ്പെക്ടേഴ്സ്. ഈ ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ മെഡിക്കൽ സ്റ്റോഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർഷത്തിൽ 3 തവണയെങ്കിലും ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. മോസ്റ്റ്ലി ഒരു മാസത്തിലൊരിക്കൽ തന്നെ നടക്കുന്നുണ്ട്. ഈ ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽസ് ആണ്. ഈ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഈ ഇൻസ്പെക്ടേഴ്സ് മേജർലി ചെയ്യുന്നത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്ന് പരിശോധിക്കുക, ദെൻ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻസ്പെക്ടേഴ്സ് ചെയ്യുന്നത്. ദെൻ അതുപോലെ രജിസ്ട്രേഷൻ ഓഫ് ഫാർമസിസ്റ്റ്, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫാർമസിസ്റ്റായിട്ട് വരുന്ന ആൾക്കാരുടെ രജിസ്ട്രേഷൻ ചെയ്യുക. ദെൻ മാത്രമല്ല ഈ ഓരോ വർഷവും ഇവർക്ക് പിരിഞ്ഞു കിട്ടുന്ന തുക, ഓക്കെ, ഒരു ഫാർമസി കൗൺസിലിന് പിരിഞ്ഞു കിട്ടുന്ന തുകയിൽ നിന്നും 4/1 ഭാഗം നമ്മുടെ PCIക്ക് ഇവരടയ്ക്കണം. ഓക്കെ, അതായത് ഓരോ വർഷത്തിലും കിട്ടുന്ന തുകയുടെ 4/1 ഭാഗം PCIക്ക് നമ്മുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ അടയ്ക്കണം. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ജോയിൻറ്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ എന്താണ് ജോയിൻറ്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എന്ന്. ഓക്കെ, അതായത് ഒരു സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് ഒരു ഫാർമസി കൗൺസിൽ നടത്താൻ പറ്റില്ലെങ്കിൽ 2 അതിലധികമോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ചേർന്ന് ഒരു കൗൺസിൽ ഉണ്ടാക്കും. ഈ ഒരു കൗൺസിലിനെയാണ് നമ്മൾ ജോയിൻറ്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കാം ഈ ഒരു കൗൺസിൽ ഇരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള സ്റ്റേറ്റ്സിൻ്റെ നീഡ്സും എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം. ഇതാണ് ജോയിൻറ്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ് 3 ടൈപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. ഇലക്റ്റഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ആൻഡ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഓക്കെ, ദെൻ ഇലക്റ്റഡ് മെമ്പേഴ്സിൽ വരുന്നത് ഇതാണ്, 3 to 5 മെമ്പേഴ്സാണ്. ഓക്കെ, അതായത് ഓരോ പാർട്ടിസിപ്പേറ്റിംഗ്, അതായത് 2 അതിലധികമോ സ്റ്റേറ്റ് ഉണ്ടാവും. ഓരോ സ്റ്റേറ്റിൽ നിന്നും 3 മുതൽ 5 വരെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അത് ഇലക്റ്റഡ് ചെയ്ത മെമ്പേഴ്സ് ആയിരിക്കണം. ദെൻ ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള, ഓരോ പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റിലുള്ള മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ഓരോ ആൾക്കാരും ഉണ്ടായിരിക്കണം. ഓരോ സ്റ്റേറ്റിലെയും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഈച്ച് സ്റ്റേറ്റിൽ നിന്ന് ഓരോ ആൾക്കാരും ഉണ്ടായിരിക്കണം. ദെൻ നോമിനേറ്റഡ് മെമ്പേഴ്സ്. ഓക്കെ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതായത് 2 to 4 മെമ്പേഴ്സ് ആയിരിക്കണം. ഓരോ സ്റ്റേറ്റിൽ നിന്നും 2 മുതൽ 4 ആൾക്കാർ വരെ ഉണ്ടാവണം. അതിൽ പകുതി ആൾക്കാർക്കെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, ഫാർമസിയിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുമല്ല അവരൊരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കുകയും വേണം. ഓക്കെ, ദെൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ, ഓക്കെ, CMO. ഓക്കെ, ഓരോ സ്റ്റേറ്റിലെയും CMOമാരുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഗവൺമെൻറ് അനലിസ്റ്റ്, ഓരോ സ്റ്റേറ്റിലെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റിൽ നിന്നും എന്തുണ്ടായിരിക്കണം, ഗവൺമെൻറ് അനലിസ്റ്റ് ഉണ്ടായിരിക്കണം.
ദെൻ ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ഓഫീസ് ഇൻചാർജും ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാരും വേണം. ഇത്രയുമാണ് നമ്മുടെ ജോയിൻറ്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രസിഡൻ്റ് ഉണ്ടാവും, വൈസ് പ്രസിഡൻ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെയുള്ള ബാക്കിയുള്ള മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് ജോയിൻറ്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻസ് ഇതാണ്. ഒരു സ്റ്റേറ്റിലായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞത് അതിനാണ്, ഒരു സ്റ്റേറ്റിലായിരിക്കും കൗൺസിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, പ്രിപ്പയർ ആനുവൽ അക്കൗണ്ട്സ് റിപ്പോർട്ട്. ഓക്കെ, എത്രമാത്രം കാശാണ്, എത്രമാത്രം സാമ്പത്തികപരമായി സ്റ്റേറ്റ്സ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് എത്രമാത്രം ഷെയർ ചെയ്ത് അത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ആനുവൽ അക്കൗണ്ട്സ് റിപ്പോർട്ട് തയ്യാറാക്കണം. മാത്രമല്ല അവിടെ എന്ത് ചെയ്യുക, ഫാർമസിസ്റ്റിൻ്റെ രജിസ്ട്രേഷനും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ ഫങ്ഷൻസിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ ഫങ്ഷൻസിനകത്ത് പഠിച്ചു ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇൻസ്പെക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. നോർമലി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആണ് ഈ ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർക്കൊരു പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. നോർമലി ഗ്രാജുവേറ്റ് ആണ്, അതായത് BPharm ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരാണ് ഇൻസ്പെക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റഡ് ആവുന്നത്. ഓക്കെ, ഇതിൽ ഇവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻസ്പെക്ട് പ്രിമൈസസ്. ഓക്കെ, അതായത് എവിടെയാണോ ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യുകയോ കോമ്പൗണ്ട് ചെയ്യുകയോ ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, ഇൻസ്പെക്ഷൻ നടത്താം. ആ ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം അതിൻ്റെ ഒരു റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം, നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിലെ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഒരു സ്ഥാപനം സന്ദർശിക്കുമ്പോൾ, ഓക്കെ, ഒരു ഫാർമസി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി സന്ദർശിക്കുമ്പോൾ കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ ഡിസ്പെൻസിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണെന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, ഇതും ഒരു ഇൻസ്പെക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഇൻവെസ്റ്റിഗേറ്റ് ദ കംപ്ലയിൻസ്. ഓക്കെ, ഈ ആക്ടിനെതിരെ, അതായത് ഫാർമസി ആക്ടിൻ്റെ കോൺട്രാവെൻസ്ഡ് ആയിട്ട് അതിനെതിരായിട്ട് എന്തെങ്കിലും കംപ്ലയിൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് അന്വേഷിക്കുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ദെൻ അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടെ അതിന് ഫോളോ അപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, എക്സസൈസ് അതർ പവേഴ്സ്. ഓക്കെ, ഫാർമസി ആക്ടിനകത്ത് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ആ ഒരു പവേഴ്സും ആരുപയോഗിക്കുക, ഈ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽസ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇൻസ്പെക്ടേഴ്സ് പാലിക്കുക. ഓക്കെ, നമ്മളിന്ന് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എന്താണെന്ന് പഠിച്ചു, അതിലുള്ള മെമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു, അവരുടെ ഫങ്ഷൻസ് പഠിച്ചു. ദെൻ ജോയിൻറ്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ, അതിനകത്തുള്ള മെമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് അവരുടെ ഫങ്ഷൻസ്, ദെൻ ഇൻസ്പെക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, താങ്ക് യു.